നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുറത്തു വരുംതോറും നടക്കുന്ന വിവരങ്ങളാണ് എപ്സ്റ്റീൻ ഫയൽസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീൻ യുവതികളെ അർദ്ധനഗ്നരാക്കി ക്യാറ്റ് വാക്ക് ഓഡിഷനുകൾ നടത്തിയതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തുവരികയാണ്. വിക്ടോറിയയുടെ സീക്രട്ട് ടാലന്റ് സ്കൗട്ടായി തെറ്റിദ്ധരിപ്പിച്ച് എപ്സ്റ്റീൻ പെൺകുട്ടികളെ വലയിലാക്കിയിരുന്നുവെന്ന ആരോപണത്തിന് കരുത്തു പകരുന്നതാണ് പുതിയ വീഡിയോ ദൃശ്യങ്ങൾ. US അധികൃതർ എപ്സ്റ്റീന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് പിടിച്ചെടുത്തതായി കരുതുന്ന വീഡിയോകൾ US നീതിന്യായ വകുപ്പ് പുറത്തിറക്കിയ 3 ദശലക്ഷം എപ്സ്റ്റീൻ ഫയലുകളുടെ ഏറ്റവും പുതിയ ാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ക്ലിപ്പുകളിൽ പ്രത്യക്ഷപ്പെടുന്ന യുവതികളെ എപ്സ്റ്റീൻ ലൈംഗികമായി ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പക്ഷേ യുവതികളുടെ ഐഡന്റിറ്റി മറയ്ക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ച ശേഷമാണ് വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. 1997 എപ്സ്റ്റീൻ സാന്താ മോണിക്കയിലെ ഒരു ഹോട്ടലിൽ വെച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ചതായി മോഡലും നടിയുമായ അലീഷ്യ ആർഡനെ മുൻപ് വെളിപ്പെടുത്തിയിരുന്നു. നിർണായക വെളിപ്പെടുത്തലായിരുന്നു നടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അന്ന് 27 വയസ്സുണ്ടായിരുന്ന അലീഷ്യയോട് വിക്ടോറിയ സീക്രട്ടിന്റെ ടാലന്റ് സ്കൗട്ട് ആണെന്ന് താനെന്ന് പരിചയപ്പെടുത്തിയ എപ്സ്റ്റീൻ ഓഡീഷനായി മുറിയിൽ വരാൻ ആവശ്യപ്പെടുകയായിരുന്നു. മുറിയിലെത്തിയ അലീഷ്യയെ കടന്നുപിടിച്ച് വസ്ത്രം അഴിക്കാൻ ശ്രമിച്ചു. ഇതോടെ എപ്സ്റ്റീന്റെ പിടിയിൽ കുതറിമാറി മുറിയിൽ നിന്ന് കണ്ണീരോടെ ഓടിപ്പോയി എന്നായിരുന്നു അലീഷ്യയുടെ വെളിപ്പെടുത്തൽ. എപ്സ്റ്റീന്റെ ലൈംഗിക ദുരുപയോഗം സംബന്ധിച്ച ആദ്യകാല പോലീസ് രേഖകളിലൊന്നാണ് അലീഷ്യയുടെ ഈ നടുക്കുന്ന വെളിപ്പെടുത്തൽ. പ്രമുഖ അടിവസ്ത്ര ബ്രാൻഡായ വിക്ടോറിയ സീക്രട്ടിനായി എപ്സ്റ്റീൻ ഒരിക്കലും ജോലി ചെയ്തിട്ടില്ല. പക്ഷേ വിക്ടോറിയ സീക്രട്ടിന്റെ മാതൃകമ്പനിയായ എൽ ബ്രാൻഡിന്റെ അന്നത്തെ മേധാവിയുമായി അമേരിക്കൻ ശതകോടീശ്വരനുമായ ലെസ്ലി വെക്സന്റുമായി എപ്സ്റ്റീന് അടുത്ത സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. ഫ്രഞ്ച് മോഡലിംഗ് സ്കൗട്ട് ജീൻ ലുക് ബ്രൂണൽ എപ്സ്റ്റീന് വേണ്ടി മോഡലിംഗ് ലക്ഷ്യമിട്ട് വരുന്ന പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നതിന് അവസരമൊരുക്കിയിട്ടുണ്ടെന്ന ആരോപണവും ഒരു വശത്ത് ശക്തമാണ്. ജീൻ ലൂക്ക് ബ്രൂണൽ മോഡൽ വിസയിൽ കൗമാരക്കാരായ പെൺകുട്ടികളെ US-ലേക്ക് കൊണ്ടുവന്നതായി കഴിഞ്ഞ വർഷം 41-ാം വയസ്സിൽ ആത്മഹത്യ ചെയ്ത വെർജീനിയ ഗിബ്രെ ആരോപിച്ചിരുന്നു. ഈ പെൺകുട്ടികളിൽ പലരെയും ദുരുപയോഗം ചെയ്യുന്നതായിട്ടാണ് ആരോപണം. 2022-ൽ ലാസ് ആൻഡ് ജയിലിലെ സെല്ലിൽ ജീൻ ലൂക്ക് ബ്രൂണൽ തൂങ്ങി മരിക്കുകയും ചെയ്തു. മാത്രമല്ല, ജെഫ്രി എപ്സ്റ്റീൻ ഒരേ സമയം നിരവധി സ്ത്രീകളെ ഗർഭിണികളാക്കി തന്റെ വംശവർദ്ധനവിന് പദ്ധതിയിട്ടിരുന്നുവെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. സോറോ റാഞ്ച് എന്നറിയപ്പെടുന്ന ന്യൂ മെക്സിക്കോയിലെ എപ്സ്റ്റീന്റെ സ്വകാര്യ തോട്ടത്തിൽ സ്ത്രീകളെ താമസിപ്പിച്ച് ഗർഭിണികളാക്കാനായിരുന്നു പദ്ധതിയെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ഈ പദ്ധതികൾ നടപ്പിലാക്കിയതിന് തെളിവുകളില്ല. പക്ഷേ 2001-2006 കാലയളവിലുള്ള എപ്സ്റ്റീന്റെ പല സ്വകാര്യ സംഭാഷണങ്ങളും ഇയാൾ പങ്കുവച്ച ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. 2000-ന്റെ തുടക്കത്തിൽ തന്റെ പരിചയത്തിലുള്ള ശാസ്ത്രജ്ഞരോടും വ്യവസായികളോടുമാണ് തന്റെ വംശവർദ്ധനവിനായുള്ള പദ്ധതിയെക്കുറിച്ച് എപ്സ്റ്റീൻ വെളിപ്പെടുത്തിയിരുന്നത്. 33,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള സോറോ റാഞ്ച് സ്ത്രീകളെ താമസിപ്പിച്ച് ഗർഭിണികളാക്കാനുള്ള ഒരു താവളമായി ഉപയോഗിക്കാനായിരുന്നു എപ്സ്റ്റീന്റെ ആഗ്രഹം. 2001-നും 2006-നും ഇടയിൽ ചില ശാസ്ത്രജ്ഞരടക്കം പങ്കെടുത്ത അത്താഴ വിരുന്നുകളാണ് എപ്സ്റ്റീൻ തന്റെ ആഗ്രഹം പങ്കുവച്ചിരുന്നത്. നാസയിലെ ശാസ്ത്രജ്ഞയാണെന്ന് അവകാശപ്പെടുന്ന ഒരു സ്ത്രീയും എപ്സ്റ്റീന്റെ ഈ ആഗ്രഹത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ബേബി റാഞ്ച് എന്നാണ് പലരും ഈ ആഗ്രഹത്തെ വിശേഷിപ്പിക്കുന്നത്. ഒരേ സമയം 20ഓളം സ്ത്രീകളെ പാർപ്പിച്ച് ബീജസങ്കലനത്തിലൂടെ അവരെ ഗർഭിണികളാക്കി തന്റെ കുട്ടികൾക്ക് ജന്മം നൽകാനാണ് എപ്സ്റ്റീൻ ആഗ്രഹിച്ചിരുന്നത്. ദരിദ്ര രാജ്യങ്ങളിൽ പട്ടിണി കുറയ്ക്കാനും ആരോഗ്യ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുമുള്ള ശ്രമങ്ങളെ എപ്സ്റ്റീൻ എതിർത്തിരുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ ജനസംഖ്യാ വർധനവിന് കാരണമാകുമെന്നായിരുന്നു വാദം. സ്റ്റീഫൻ ഹോക്കിംഗ് ഉൾപ്പെടെയുള്ള ലോകപ്രശസ്ത ശാസ്ത്രജ്ഞരെ തന്റെ സ്വാധീന വലയത്തിലാക്കാൻ എപ്സ്റ്റീൻ വലിയ തുകകൾ ധനസഹായമായി നൽകിയിരുന്നു. ഹാർവാർഡ് സർവകലാശാല പോലുള്ള പ്രമുഖ സ്ഥാപനങ്ങൾക്ക് കോടിക്കണക്കിന് ഡോളർ സംഭാവന നൽകിയതിലൂടെ ശാസ്ത്രലോകത്തെ ഉന്നതർക്കിടയിലും എപ്സ്റ്റീൻ സ്ഥാനം പിടിച്ചു. പല ശാസ്ത്രജ്ഞരും എപ്സ്റ്റീന്റെ ക്രിമിനൽ ചരിത്രത്തെക്കാൾ എപ്സ്റ്റീൻ നൽകുന്ന പണത്തിന് മുൻഗണന നൽകിയിരുന്നതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. സാങ്കേതിക വിദ്യയിലൂടെയും ജനിതക എഞ്ചിനീയറിംഗിലൂടെയും മനുഷ്യന്റെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ട്രാൻസ് ഹ്യൂമനിസം എന്ന ആശയം, അത് എപ്സ്റ്റീന് വലിയ താല്പര്യമുള്ള ഒരു ആശയമായിരുന്നു ട്രാൻസ് ഹ്യൂമനിസം. എപ്സ്റ്റീന്റെ ഈ ചിന്താഗതികൾ പണ്ട് നാസികൾ ഉപയോഗിച്ചിരുന്ന വംശശുദ്ധി സിദ്ധാന്തമായ യൂജെനിക്സിന് സമാനമാണെന്നാണ് വിമർശനമുയരുന്നത്. തന്റെ ശരീരം സംരക്ഷിക്കുന്നതിലുള്ള താല്പര്യത്തെക്കുറിച്ച് എപ്സ്റ്റീൻ നേരത്തെ തുറന്നു പറഞ്ഞിരുന്നു. മരണശേഷം തന്റെ തലയും ജനനേന്ദ്രിയവും ശീതീകരിച്ച് സൂക്ഷിക്കാനും എപ്സ്റ്റീൻ മറ്റുള്ളവരോട് നിർദ്ദേശിച്ചിരുന്നു എന്നതും ഏറെ ഭയാനകമായ വെളിപ്പെടുത്തൽ തന്നെയാണ്. പൊതുസമൂഹത്തിന്റെ മുറവിളി മാനിച്ച് അമേരിക്കയിലെ നീതിന്യായ വകുപ്പാണ് ഈ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട 30 ലക്ഷത്തിലധികം ഫയലുകൾ പുറത്തുവിട്ടത്.
ലോകമേറെ സംശയിച്ചിരുന്ന ചില പേരുകൾ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ആരും പ്രതീക്ഷിക്കാത്ത ചില പേരുകൾ എപ്സ്റ്റീൻ ഫയൽസിൽ ഉണ്ട്. ഇപ്പോൾ പുറത്തുവന്ന പേരുകളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മുൻ വൈസ് പ്രസിഡന്റ് അൽ ഗോറും എക്സ് ഉടമ ഇലോൺ മസ്കും മെറ്റ മേധാവി മാർക്ക് സുക്കർബർഗും വെർജിൻ ഗ്രൂപ്പിന്റെ റിച്ചർഡ് ബ്രാൻസണും മുൻ ഇസ്രായേൽ പ്രസിഡന്റ് എഹൂദ് ബാരക്കും യോർക്കിലെ മുൻ പ്രഫി സാറ ഫെർഗൂസനും US കൊമേഴ്സ് സെക്രട്ടറി ഹൊവാർഡ് ലൂട്ടിനിക്കും ഫുട്ബോളർ ഫ്രാങ്ക് റിബറിയും മൈക്ക് ജാഗറും വുഡി അലനും ചിന്തകൻ നോം ചോംസ്കിയും മാത്രമല്ല ആത്മീയ നേതാവ് ദലൈ ലാമ വരെ ഉണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പേരുകളൊക്കെ ഇത്തരത്തിൽ കുട്ടികളെ ദുരുപയോഗം ചെയ്തു എന്ന പേരിലല്ല ഈ എപ്സ്റ്റീൻ ഫയൽസിൽ ഇവരുടെ പേര് പരാമർശിക്കുന്നുണ്ട്. അതെന്തിനാണ് എന്നത് ഒരു ചോദ്യം തന്നെയാണ്. രേഖകളിൽ പേരുള്ളത് അവർ കുറ്റകൃത്യങ്ങളിൽ പങ്കെടുത്തു എന്നതിന് തെളിവല്ല. ഈ എപ്സ്റ്റീനുമായി ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അത് എന്ത് തരത്തിലുള്ള ബന്ധങ്ങളാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എന്ന് കരുതി ഇവരാരും നിഷ്കളങ്കരുമല്ല. കോടിക്കണക്കിന് കോപ്പികൾ വിറ്റ പുസ്തകങ്ങളുടെ കർത്താവും ലോക പ്രശസ്തനായ പ്രചോദന വേലക്കാരനുമായ ദീപക് ചോപ്രയെ പോലുള്ള സെലിബ്രിറ്റികളുമുണ്ട് ഈ കൂട്ടത്തിൽ. നിരപരാധിത്വം പ്രഘോഷിക്കുന്ന തിരക്കിലാണ് ഇവരിൽ ഒരു വിഭാഗം. കുറ്റമേറ്റു പറഞ്ഞു മാപ്പ് ചോദിക്കുന്നവരും കണ്ണീരൊഴുക്കുന്നവരുമുണ്ട്. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇത് തനിക്കെതിരെയുള്ള ഒരു ഗൂഢാലോചനയാണ് എന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം. മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റണും വ്യവസായി ബിൽ ഗേറ്റ്സും ആൻഡ്രൂ രാജകുമാരനും ഒക്കെ എപ്സ്റ്റീന്റെ ഇടപാടുകാരുടെ പട്ടികയിൽ പ്രമുഖരാണെന്ന് നേരത്തെ തന്നെ കരുതപ്പെട്ടിരുന്നു. പുതിയ ഫയലുകൾ പഴയ മുറിവുകൾ വീണ്ടും തുറക്കുക മാത്രമല്ല, ലോകമെമ്പാടുമുള്ള വരേണ്യവർഗത്തിന്റെ ഞങ്ങൾ ആർക്കും തൊടാനാവില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല, ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു കൂട്ടാം എന്ന മനോഭാവത്തെ അപ്രസക്തമാക്കുന്ന രീതിയിലുള്ള സംവിധാന തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. ഇതിനകം നിരവധി പ്രമുഖർക്ക് സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടു. എപ്സ്റ്റീനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന UK കാര്യം നോക്കാം. എപ്സ്റ്റീനുമായി അടുത്ത ബന്ധമുണ്ടെന്ന് അറിഞ്ഞിട്ടും പീറ്റർ മാൻഡൽസൺ പ്രഭുവിനെ അമേരിക്കൻ അംബാസഡറായി നിയമിച്ചത് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. എപ്സ്റ്റീൻ ബന്ധം വ്യക്തമായിട്ടും മാൻഡൽസനെ അംബാസഡറായി നിയമിക്കാൻ ശുപാർശ ചെയ്ത് താനാണെന്ന് സംബന്ധിച്ച് സ്റ്റാർമറുടെ ചീഫ് ഓഫ് സ്റ്റാഫ് ആയിരുന്ന മോർഗൻ മക്സീനി രാജിവെച്ചു. പക്ഷേ സ്റ്റാർമറുടെ കസേരയുടെ ഇളക്കം സംഭവിച്ചിട്ടില്ല. എന്തായാലും ഒരുപാട് പേർ മുഖംമൂടി അഴിഞ്ഞു വീണു. ഇനിയും ഒരുപാട് പേരുടെ മുഖംമൂടി അഴിഞ്ഞു വീഴുമെന്ന് കരുതുന്നു. കഴിഞ്ഞ ദിവസം കാലിഫോർണിയയിലെ സാന്റാ ക്ലാരയിൽ അമേരിക്കൻ ഫുട്ബോൾ സൺഡേ സൂപ്പർ ബോൾ മത്സരത്തിനിടെ പ്രദർശിപ്പിച്ച പരസ്യം അറ്റോർണി ജനറൽ പാം ബോണ്ടിയോട് ശേഷിച്ച 30 ലക്ഷം ഫയലുകൾ കൂടി പുറത്തുവിടാൻ ആവശ്യപ്പെടുകയാണ്. ഇനി ബാക്കിയില്ല എന്നാണ് സർക്കാർ വാദം. പക്ഷെ പുറത്തു വന്നത് തന്നെ ധാരാളം. നൂറുകണക്കിനും അതിജീവിതരുടെ പേരുകളും നഗ്നചിത്രങ്ങളും രഹസ്യമായി സംരക്ഷിക്കാൻ കഴിയാതിരുന്ന നീതിന്യായ വകുപ്പ് ഉന്നത രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ നേരിട്ടുള്ള തെളിവുകൾ അടങ്ങിയ 16 ഫയലുകൾ പരസ്യമാക്കാൻ വിസമ്മതിക്കുന്നുണ്ട്. ആ ഫയലുകളിൽ ആരൊക്കെയുണ്ട്, അതിൽ എന്തൊക്കെ ക്രൂരതകളാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്നതും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. പൊതുജനാഭിപ്രായത്തിന് വിരുദ്ധമായി കേസുമായി ബന്ധപ്പെട്ട് JP മോർഗൻ, ഡോയിഷ് ബാങ്കുകളിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച വിവരങ്ങളും പുറത്തുവിട്ടിട്ടില്ല. പുറത്തുവന്ന വിവരങ്ങൾ തന്നെ സാധാരണ മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ അത്രയും ഭയാനകമാണ്. നോക്കൂ, നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുന്ന നമ്മിൽ പലരും എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട് പല വീഡിയോകൾ കാണുന്നുണ്ട്. അതായത് ആ സംഭവത്തിന് യഥാർത്ഥ വീഡിയോകൾ കാണുന്നുണ്ട്, ചിത്രങ്ങൾ കാണുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ ഒരു കുറച്ച് നേരത്തേക്കെങ്കിലും നമ്മൾ വല്ലാത്തൊരു ട്രോമയിലേക്കോ അല്ലെങ്കിൽ വല്ലാത്തൊരു അവസ്ഥയിലേക്കോ, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ചുറ്റും സംഭവിക്കുക, നമ്മൾ ജീവിക്കുന്ന ലോകം എന്തുമാത്രം പൈശാചികത നിറഞ്ഞ സംഭവങ്ങൾ നടക്കുന്ന ഒരു ലോകമാണ്. നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള പൈശാചികമായ സംഭവങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിൽ ഭയാനകമായ പല സംഭവങ്ങളും, നമ്മൾ മനുഷ്യരാണോ ഇവരൊക്കെ ചിന്തിക്കുന്ന തരത്തിലുള്ള പല സംഭവങ്ങളും ലോകത്തിൻ്റെ ഏതോ കോണുകളിൽ എന്നൊക്കെയോ നടന്നിട്ടുണ്ട്, അത് ചെയ്തിട്ടുള്ളവർ ഇപ്പോഴും നമുക്ക് ചുറ്റുമുണ്ട് എന്ന വിവരങ്ങൾ നമ്മളെ വലിയ രീതിയിലുള്ള ട്രോമയിലേക്കാണ് കടത്തിവിടുന്നത്. എപ്സ്റ്റീൻ വെറുമൊരു ലൈംഗിക കുറ്റവാളിയല്ല, അന്താരാഷ്ട്ര കുട്ടിക്കടത്ത് ശൃംഖലയുടെ നേതാവായിരുന്നു എന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത്. അയാളുടെ ന്യൂ മെക്സിക്കോയിലെ സൊറോ റാഞ്ച് കേന്ദ്രീകരിച്ച് ബേബി റാഞ്ചുകൾ, അതായത് ശിശു ഉൽപാദന കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പദ്ധതിയിട്ടിരുന്നു. അവിടെ സ്വന്തം DNA ഉപയോഗിച്ച് ഒരു മികച്ച പുതിയ വംശത്തെ സൃഷ്ടിക്കാനായിരുന്നു ഇയാളുടെ ഉദ്ദേശം. പക്ഷേ പദ്ധതി നടപ്പായതായി സൂചനയില്ല. ഇയാൾക്ക് കുട്ടികളുണ്ടോ എന്ന കാര്യത്തിലും ഒരു വ്യക്തതയില്ല. എന്തായാലും വന്ന വിവരങ്ങളൊക്കെ അത്യധികം നടക്കുന്നതാണ്. ഇനി വരാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.